ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. 4 സെക്കൻഡ് اللهم صل على سيدنا محمد الرجلكو اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അതിൽ സലാത്തുണ്ട്, സലാമുണ്ട്, ഹബീബായ നബി തങ്ങളുടെ പേരിലുണ്ട്, സഹാബത്തിന്റെ പേരിലുണ്ട്, കുടുംബത്തിന്റെ പേരിലുണ്ട്. ഈ ചെറിയ സലാത്ത് ചൊല്ലാൻ 4 സെക്കൻഡ് മതി. അപ്പോൾ 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ചൊല്ലാൻ കഴിയും മോനെ? 12 സലാത്ത് ചൊല്ലാൻ കഴിയുമല്ലേ? എങ്കിൽ 100 സലാത്ത് ചൊല്ലാൻ നമുക്ക് എത്ര മിനിറ്റ് വേണം? 8 മിനിറ്റ്. 8 മിനിറ്റ് കൊണ്ട് 100 സലാത്ത്. ഇനി വേണമെങ്കിൽ നിങ്ങൾ 9 കൂട്ടിക്കോ, വേണ്ട 10 ആക്കിക്കോ. ചോദിക്കട്ടെ, 24 മണിക്കൂർ. 1 മണിക്കൂറിന് എത്രയാണ് മിനിറ്റ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ 10 മിനിറ്റ് നിങ്ങളൊന്ന് തരൂ. ആർക്ക് വേണ്ടി? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ നന്മക്കും നിമിത്തമായ, എല്ലാ ജീവിതത്തിനും ഗുണകരമായ, നമ്മുടെ കൈപിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് നയിക്കേണ്ടുന്ന, അതേ നമുക്ക് പാപികളായ നമുക്ക് ശുപാർശ ചെയ്യേണ്ടുന്ന, നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ടുന്ന, അതേ നമുക്ക് ഹൗദുൽ കൗസർ മുക്കി തരേണ്ടുന്ന പടച്ചവന്റെ കോടതിയിൽ നമ്മൾ പേടിച്ച് വിറച്ചു ചെല്ലുമ്പോ അന ഫറതുക്കും എന്തൽ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ ഉമ്മത്തിനെയും കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസമാധാനത്തിന് പറഞ്ഞ് ആ നേതാവിന്റെ പേരിൽ 100 സലാത്ത് ഒരു ദിവസം ചൊല്ലാൻ 10 മിനിറ്റ് പോരെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ? നിങ്ങൾ അൽമദീനയുടെ സൈറ്റിൽ നിന്ന് തിരിച്ചു പോകുമ്പോ മദീനത്തേക്ക് ദിവസം 100 സലാത്ത് ചൊല്ലുമെന്ന് ഉറപ്പിച്ച് തിരിച്ചു പോകണേ. അതിന് 10 മിനിറ്റ് മതിയല്ലോ. വളരെ ചെറിയൊരു സലാത്താണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അത് ഉറപ്പിച്ച് നിങ്ങൾ അങ്ങ് പോയാൽ നമുക്ക് അല്ലാഹുവിന്റെ ഹദ്റത്തിലെത്തുമ്പോൾ അതേ നമുക്കാകെയുള്ള സമ്പാദ്യം ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹമല്ലേ? നമ്മുടെ അഭിമാനം അവിടുത്തെ ഉമ്മത്തായതല്ലേ? അവിടെ അതാ 100 സലാത്ത് ദിവസേന ചൊല്ലിയത് എനിക്കൊരു സമ്പാദ്യമുണ്ടല്ലോ എന്ന നിലക്ക് സന്തോഷത്തോടെ ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് നമുക്കൊന്ന് നീങ്ങാമല്ലോ. അതിനുവേണ്ടി പരമാവധി സലാത്ത് വർദ്ധിപ്പിക്കണം. ചുരുങ്ങിയതൊരു 100 സലാത്തെങ്കിലും ചൊല്ലുമെന്ന് പ്രതിജ്ഞയെടുക്കണം. ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കുകയില്ലെന്ന് ഉറപ്പിക്കണം. കാരണം സലാത്ത് വുജൂബാകുന്നത് നിസ്കാരത്തിലാണ്. വുജൂബായ സലാത്തില്ലാത്തവന് പിന്നെ നബിതങ്ങളുമായി എന്താണ് ബന്ധം? സലാം ചൊല്ലൽ വുജൂബാകുന്നത് നിസ്കാരത്തിലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയണ്ടേ നിസ്കാരത്തില്? അത് പറയുന്നത് ഒരു നേതാവിനോടാണ്. ആ നേതാവ് മദീനയിൽ കിടക്കുകയാണ്. അത് നിങ്ങൾ ഇവിടുന്ന് ചൊല്ലി ആരും അവിടുന്ന് അതാ അറിയുകയാണ്. നിങ്ങൾക്കും എനിക്കും അവിടുന്ന് സലാം മടക്കുകയാണ്. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫാറുദ്ദൈഹി സലാം. അവിടുന്ന് മടക്കുമെന്ന് നമ്മളോട് പറഞ്ഞതാണ്. ആ സലാത്തും സലാമും ഉൾക്കൊള്ളുന്ന നിസ്കാരം ഖളാക്കല്ലേ സഹോദരിമാരെ? സല്ലല്ലാഹു അലൈഹി വസല്ലം.